എന്തിനാ ഇത്? മിക്സറ്, അച്ചാറ്, സോഡ, കള്ള. ഇപ്പൊ ആരും അറിയാതെ രഹസ്യമായിട്ട് വീട്ടിലിരുന്ന് നല്ല കീറാണല്ലേ? അല്ല ആണെങ്കിൽ എന്തോ നമ്മളൊരു ഫുള്ളെടുക്കുന്നു, നമ്മൾ ഒരുമിച്ച് ഇന്ന് അടിക്കുന്നു അല്ലേ സാറേ? പിന്നെ അല്ലാതെ ചന്ദ്രനെ കണ്ണ് കണ്ടാ അറിയാം വെള്ളമടി തീരെ കുറവാണെന്ന്. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ വിഷയം അതല്ലല്ലോ. ഒന്നുകിൽ നീ നിന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ അറ്റകുറ്റപ്പണിക്കുള്ള കാശ് പഞ്ചായത്തിൽ നിന്ന് ശരിയാക്കി തരണം. അതല്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 5000 രൂപ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു കിട്ടണം. സാറേ, ഇപ്പൊ ഈ ചൂണ്ടയിടാൻ നേരത്തെ എല്ലാരും ആ ചൂണ്ടയുടെ മേളൊരു സാധനം എന്താ പിടിപ്പിക്കൂല, എന്താ അതിന്റെ പേര്? അലയാ അത് മൈദാമാവില്ലേ? മൈദാമാവ് ഉരുട്ടി മറ്റേ ചൂണ്ടയെ കോർത്തിട്ട് വെള്ളത്തിലോട്ട് ഇടും. മീനെ പറ്റിക്കാനേ വലിയ തിരുതി വരെ പിടിക്കാന്ന് പറയാന്നേ. അതല്ലേ ഇപ്പൊ ചന്ദ്രന്റെ ഉദ്ദേശം അതാണ്. അതായത് പഞ്ചായത്തിനെയൊക്കെ പറ്റിച്ചിട്ട് വീട് മെയിൻ്റെനൻസ് എന്ന പേരില് ഒരു തുക കിട്ടണമെങ്കിൽ അതങ്ങ് അടിച്ചെടുക്കാന്നുള്ളത്. അതൊക്കെ കിട്ടുമ്പോ ഈ പാവങ്ങളെ ഓർത്തോളനെ മറക്കല്ലേ ചന്ദ്ര. ഞാൻ ഒരു കാര്യം പറയാം. എല്ലാരും നീ ഉഡായിപ്പാണെന്ന് പറഞ്ഞിട്ടും ഞാനത് വിശ്വസിച്ചില്ല. അതെന്ത് കാര്യമെന്നറിയാമോ? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടിരുന്ന് ഒന്നിച്ച് ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നിനക്ക് ആ 5000 രൂപ തന്നത്. എത്രയും പെട്ടെന്ന് ആ കാശ് എനിക്ക് തിരിച്ചു വേണം. കാശ് തിരിച്ചാൽ ഞാൻ ഇപ്പൊ ലോണ് കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? നീ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയോ അളിയെ വിചാരിച്ച എന്ത് മറക്കാത്തത്? ഇപ്പൊ നിന്റെ പ്രശ്നം എന്താണ്? എനിക്ക് എന്റെ കാശ് തിരിച്ചു വേണം. അല്ലെങ്കിൽ എന്റെ വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സാമ്പത്തിക സഹായം പഞ്ചായത്തിൽ നിന്ന് വാങ്ങിച്ചു തരണം. ഇത് രണ്ടിലും ഏതെങ്കിലും ഒരു കാര്യം നീ ചെയ്തു തന്നാൽ മതി. ഇല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ വഴി നോക്കേണ്ടി വരും. എനിക്കറിയാം നിനക്ക് എന്തായാലും കാശ് തരാൻ അറിയാമെങ്കിൽ അതെങ്ങനെ വാങ്ങിക്കണമെന്നും എനിക്കറിയാം. ഞാൻ വാങ്ങിച്ചോളാം. നിനക്കെല്ലാം അറിയാം? എല്ലാം അറിയാം. നീ എല്ലാം അറിയാവുന്നതാണെങ്കിൽ പിന്നെ നിനക്ക് അറിയാവുന്ന രീതിയിൽ നീ എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കാണിക്കേ. നിനക്ക് കാശ് വാങ്ങിക്കാൻ അറിയായിരുന്നല്ലോ. എനിക്ക് തരാനും അറിയായിരുന്നല്ലോ. എനിക്കറിയാം തിരിച്ച് വാങ്ങിക്കാൻ. അങ്ങനെ വാശിയാ? വാശിയാ. പറഞ്ഞ എടുത്ത് ഇരുന്നാലേ നീ എടുത്ത് സാധനം എടുത്ത് ചാറ്. നീ ഇപ്പൊ രഹസ്യമാടി, അതാണ് നിന്റെ കുഴപ്പം. പഴയൊരു സ്നേഹം കൊണ്ട് നിനക്ക് വരണില്ല. ക്ലീറ്റസേ, ഇത് ഈ വിഷയമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ കാര്യം പറ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് നീ പറഞ്ഞല്ലോ, നിനക്കെല്ലാം അറിയാം. നീ എന്തോ ചെയ്തിരുന്നോ മേടിക്കുന്ന പോയിന്റ്. ചന്ദ്ര, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഓരോ ആൾക്കാർ ലക്ഷങ്ങളും കൊണ്ട് എൻ്റെ പിറകെ നടക്കണം. നേതാവേ അതൊന്നും ചെയ്തുക ഇതൊന്നും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളൊരു പഴയ സ്നേഹത്തിന്റെ പുറത്താണ് നിനക്ക് ഞാനൊരു ഔദാര്യം ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ നീ മോടാ. പിന്നെ നീ നിന്റെ മോഡയിൽ നീ കാര്യങ്ങൾ കാണാം. 5 വർഷം ഭരിച്ച് ഇവിടെ ഉണ്ടാക്കിയ കഥയൊക്കെ എനിക്കറിയാം. ചന്ദ്രൻ പോയിട്ട് വാങ്ങിക്കാനുള്ള വഴിയൊന്നും നോക്കാം. ഞാൻ കാണിച്ചു തരാം. എനിക്ക് വാങ്ങിക്കാൻ പറ്റൂല്ലോ, ഞാൻ കാണിച്ചു തരാം. കാണാൻ റെഡിയായി ഞങ്ങൾ നിൽക്കും. റെഡിയായി നിന്നോ തരാൻ അറിയാൻ ഞാൻ വാങ്ങിച്ചു. നീയും കേട്ടോ? ഞാൻ റെഡി തന്നെ. ഇവ അടിക്കാതിരുന്നാലാണ് കുഴപ്പം. ഇവ അടിച്ചെങ്കിൽ ഇതെല്ലാം മറന്നിട്ടും നമ്മളോട് സഹകരിച്ചു നിന്നാണ്. അടിയില്ലേ, ഇവൻ രഹസ്യ അടിയാണ്. അതാണ് ഇത് കുഴപ്പമാവൂലേ? എന്തോന്ന് കുഴപ്പമാണ് സാറേ? തലയ്ക്ക് മീതെ വെള്ളമാണെങ്കിൽ അതൊക്കെ മേലെ തോണി നമ്മളങ്ങ് തുഴയും, അത്രേ ഉള്ളൂ. രാഷ്ട്രീയം കളിച്ച് കുറെ നാളായിട്ട് ഇതൊന്നും അറിഞ്ഞൂടേ. ഇനി എന്നിട്ടൊക്കെ പഠിക്കും. കഷ്ടം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. എങ്കിലും ഞാൻ ഇപ്രാവശ്യം തങ്കത്തിനാണ് വോട്ട് ചെയ്യുന്നത്. അത് RDP-യോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. നീ ക്ലീറ്റസിന്റെ വൈഫ് ആയതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്? ക്ലീറ്റസിന്റെ വൈഫ് ആയതുകൊണ്ടല്ല, തങ്കം നല്ലവളാണ്, അതെനിക്കറിയാം. ഇപ്പം ശശിയേട്ടനാണ് ഇലക്ഷന് നിൽക്കണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ശശിയേട്ടന് വോട്ട് ചെയ്യും. കാരണം ശശിയേട്ടനും നല്ലവനാണെന്ന് എനിക്കറിയാം. ഈ അടുപ്പിലോട്ട് ഊതല്ലേ? നീ 5000 രൂപ കൈമടക്ക് കൊടുത്തതൊക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, അത് തങ്കത്തിനല്ല കൊടുത്തത്, അത് ക്ലീറ്റസിനാണ് കൊടുത്തത്. നീ തന്നെയല്ലേ പറഞ്ഞ തങ്കത്തിനാ കൊടുത്തതെന്ന്? അത് ക്ലീറ്റസ് അങ്ങനെ പറഞ്ഞിട്ടല്ലേ. ചന്ദ്ര, ഇതിപ്പോ നിന്റെ മാത്രം പ്രശ്നമല്ല, ഈ നാടിന്റെ മുഴുവൻ പ്രശ്നമാണ്. അറിയാമോ? ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് RDP-ക്ക് അറിയാം. അപ്പോ എന്റെ കാശ് തിരിച്ചു കിട്ടൂ? അതെന്റെ പണിയല്ല. നീ ഒരു കാര്യം ചെയ്യ്, കൊണ്ടുപോയി കേസ് കൊടു. അവന്റെ അളിയനൊരുത്തുണ്ടല്ലോ പോലീസുകാരൻ, അവൻ വായിച്ചു തരട്ടെ. അതല്ലേ നല്ലേ? നീ എന്നോട് പൈസ വിളിക്കാൻ പറയുന്നു. ഇന്നലെ തൊട്ട് തുടങ്ങിയത്. നീ ഇടിച്ചാൽ ഞാൻ തീർന്നു. എന്തോ ഗ്യാസ് എന്ന് പറഞ്ഞോണ്ടിരിക്കാണ്. ഗ്യാസ് ഒന്നുമല്ല. എന്താണ് എല്ലാരും ഇവിടെ? തങ്ക ചേച്ചി എവിടെ?
ചേച്ചി എന്താ മീറ്റിങ്ങിന് പോയി? ആ നീ എവിടെ പോയി? ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയതാ. ആ ഇതൊക്കെ മമ്മൂട്ടി പഠിച്ചോണ്ട് വരില്ലേ ഇതൊക്കെ? ഓ ഞാനാണ് നോക്കിയെടുക്കത്തില്ല ചേച്ചി. നമ്മളൊക്കെ ആവുമ്പോ നോക്കിയെടുക്കുവേ. ഒന്നും ശരിയാവത്തില്ല. വാങ്ങിച്ചാലും എനിക്ക് തൃപ്തി വരത്തില്ല. ഞാനും അങ്ങനെ തന്നെ, എനിക്കും എല്ലാം നോക്കി എടുക്കണം. പിന്നെ വേറെന്തുണ്ട്? ഒന്നുമില്ല, അവിടെ എല്ലാവർക്കും തങ്ക ചേച്ചിയെ പറ്റിയുള്ളവർ പറയാന്. ആണോ? ആ ഫേമസ് ആയില്ലേ? എല്ലാരും നല്ല അഭിപ്രായല്ലേ? പിന്നെ ഇപ്പൊ അമ്മാവനെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞല്ല അവളെ ഓരോ കാര്യങ്ങൾ നന്നായി. പിന്നെ നമ്മളെ വീട്ടിലൊരു മെമ്പർ, പിന്നെ അവള് നല്ല സന്തോഷമുള്ള സ്വഭാവം, കാര്യമാ. നല്ല പെരുമാറ്റം, നല്ല പ്രവർത്തനം, അടിപൊളി. മരുമോളെ കുറിച്ച് പറയാൻ ഒരു അവസരം കിട്ടിയ പൊക്കി പറയുകയും ചെയ്യും. എന്നിട്ടാണ് അമ്മാന്റെ മുമ്പിൽ പെടുന്നാട് അവസ്ഥ എന്താ അല്ലേ ചേച്ചി വരെ ഇങ്ങനെയായി. അതുകൊണ്ട് അങ്ങനെ ചേച്ചി വരെ അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ചേച്ചി ഇത്ര പെട്ടെന്ന് മെമ്പർ ആവുമെന്ന് ആരെങ്കിലും കരുതിയാ? അത് ശരി. ഒരു അത്ഭുതമായിരുന്നു ആരും കേട്ടോ. കരുതിയില്ല. കാര്യം ഇവിടെ രാഷ്ട്രീയ പാരമ്പര്യം അതുമല്ല നേതാവ് ഗ്രീറ്റാ മച്ചമ്മയാണല്ലോ. ലക്ഷ്യം നിക്കുന്ന കാര്യം ചേച്ചി പറഞ്ഞില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ പ്രാവശ്യം ഗ്രീറ്റാ മച്ചമ്മ ഒരു മന്ത്രിയാകുമെന്ന്. എന്തോടാ ഈ പറയണത്? കാര്യം ലോജിക്കുള്ള കാര്യം പറയാം. ഇത്രയും വർഷമായിട്ടാണ് എന്തിനു പറയാൻ നടന്നു. ഒരു മെമ്പർ ആവാൻ പറ്റിയാണ്. അങ്ങനെ മെമ്പറൊന്നും ആവണ്ട എന്റെ ക്ലീറ്റോ ചേട്ടൻ. ക്ലീറ്റോ ചേട്ടൻ മന്ത്രിയോ അല്ലെങ്കിൽ MLA-യോ ഉറപ്പായിട്ടും ആവും. ഇപ്രാവശ്യം അതിന്റെ ചരട് വലികൾ ഗ്രീറ്റാ മച്ചമ്മ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കും. ഒന്നുകിൽ ഒരു മന്ത്രി അല്ല ഒരു MLA. കണ്ടോ? അയാളൊക്കെ തന്നെ ചേട്ടാ അടിപൊളിയല്ലേ? പറഞ്ഞു കൊടുക്ക് സൂഫി. അടിപൊളി. അടിപൊളിയാ. ഒന്നും അല്ലായിരുന്നു തങ്ക ഇപ്പൊ മെമ്പറായി. ആലോചിച്ച് നോക്കണം ഓരോരുത്തരുടെ മാറ്റങ്ങളെ. ഞാൻ ഇത്ര നാൾ പോലീസായിരുന്നു, ഇതായിപ്പോ ടെസ്റ്റ് ചെയ്താൽ പോകുന്നു, നല്ല കോൺഫിഡൻസ് ഉണ്ട്, നമ്മളൊരു രസയാവുകയും ചെയ്യും. ഇത് വല്ലതും ആവുന്നുണ്ട്. എത്ര നാളെ കൂടെ ഉള്ളൊരു മെമ്പറായി മാറി, കൂടെ താമസിച്ച ഒരു മെമ്പറായി. ഇതെന്നല്ലാതെ ഈ കൊടങ്ങാവളക്കാരെന്ന് പറഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞ ഒരു സൂഫി ഇവിടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വേറെ വല്ലതൊക്കെ പറയാം. ഞാനും ചെല്ലട്ടെ, സൂഫിക്ക് കുറെ പണിയുണ്ട്. അതെന്തായാലും ഭയങ്കര മോശമായി. നമ്മുടെ കേസ് വിടും. നമ്മളെ ഏഴാൻ പോയി. ലില്ലിപ്പെണ്ണ അടിപൊളിയല്ലേ? എത്ര ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നു. എന്ത് കാര്യത്തിനാ ലില്ലിപ്പെണ്ണ മാറ്റി നിർത്തണ്ട പറ. പിന്നെ ചേച്ചി സ്വന്തം കാര്യം നിൽക്കുമല്ലേ, അതൊക്കെ ഒരു വലിയ പോസിറ്റീവ് കാര്യമാണ് കേട്ടോ. എന്റെ ലില്ലിയെ പറ്റി അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കൊടങ്ങാവളക്കാരെന്ന് പറയുന്നത് നിങ്ങൾ രണ്ടെണ്ണം ഉടായിപ്പിന്റെ ഉസ്താദുകൾ. അത് ലോകം മൊത്തം അറിയാം. ആണ് പറഞ്ഞത്. അതിനകത്ത് തെറ്റെന്താ? ലോകതാരൻ പറയുന്നത് അവനെ പറ്റി നല്ല പറയോ? അല്ലേ പറയട്ടെ. ഞാൻ എന്താ പോവാ? നീ ആലോചിച്ചു നിങ്ങളെ പറ്റി ഒരു നല്ല കാര്യം പറഞ്ഞ് എന്തെങ്കിലും ഒരാൾ ഇവിടെ കയറി വന്നിട്ടുണ്ടോ? അന്വേഷിച്ചു വരും. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോ തന്നെ ആളുകൾ അന്വേഷിച്ചു വരും. പിന്നെ ക്ലീറ്റോ നേതാവ് പറ്റിച്ച് പിന്നെ വണ്ടി എടുത്തോണ്ട് പോയിട്ട് തന്നില്ല ഇതുവരെ. അല്ല നിങ്ങളെ പറ്റി ആടാല്ലോ പറഞ്ഞ ഇവിടെ നല്ല കാര്യം പറഞ്ഞ ആരെല്ലാം പറയട്ടെ, ഞാൻ സമ്മതിച്ചുതരാം. അത് ഇടയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നന്നാവൂല. ഇതിനെന്ത് നടപടി എടുക്കണമെന്ന് തങ്കം തന്നെ പറ. RDPക്ക് വേറെ സ്ഥാനാർത്ഥിയെ കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല ഞാൻ തങ്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത്. തങ്കം അതിൻ്റെ മാന്യത കാണിക്കണം. ശശിയണ്ണ, എനിക്കറിയാവുന്ന കാര്യമല്ല ഇത്. എൻ്റെ അറിവിലല്ല ഇത് നടന്നിട്ടുള്ളത്. അതെങ്ങനെ വിശ്വസിക്കും തങ്കം? ഇപ്പം തന്നെ ആളുകൾ പറയുന്നത് തങ്കം ഡമ്മിയാണ്, ക്ലീറ്റസ് ആണ് ഭരിക്കുന്നത് എന്നൊക്കെയാണ്. നാട്ടുകാർ മുഴുവൻ അങ്ങനല്ലേ പറയുന്നത്. പിന്നെ ഇപ്പം ഈ ചന്ദ്രൻ തന്നെ അവൻ്റെ 5000 രൂപ കൈമുടക്ക് വാങ്ങിയെന്ന് പറയുന്നു. ഞാനും എൻ്റെ ഈശ്വര. ഇതിപ്പോൾ തങ്കമായാലും ക്ലീറ്റസ് ആയാലും ഇത് എത്തിച്ചേരുന്ന ഒരിടത്തേക്കല്ലേ. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യാനൊക്കും? ആരോട് പറയും? ഞാൻ ഇനിയിപ്പോൾ എന്താ വേണ്ടത് അത് പറ. എന്ത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. പെരയ്ക്ക് മേലെ ചാഞ്ഞാലേ സ്വർണം കായ്ക്കുന്ന മരമായാലും അത് വെട്ടിക്കളയുക. അതാണ് നല്ലത്. എന്തുമില്ല ചേച്ചി, ഇത് കനാഞ്ചേട്ടൻ ചുമ്മാ പറഞ്ഞില്ലയോ? ഏട്ടൻ ചുമ്മാ പറഞ്ഞതാ. പക്ഷെ അത് സൂഫിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് സങ്കടം വന്നത്. പിന്നെ ഞാൻ അന്നേരം തന്നെ പറഞ്ഞത് ലില്ലിപ്പെണ്ണ അങ്ങനെ ഒരാളല്ലല്ലോ. എല്ലാത്തിനും മേടിക്കുക. നാളെ സ്കൂളിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ പോകും. എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. ഞാൻ തന്നെ പറഞ്ഞു. അതാണ് എനിക്ക് സങ്കടം വന്നത്. ഞാൻ ഒരു ദിവസം പോലും മുടങ്ങത്തില്ല. എന്തെങ്കിലും വയ്യായ്മ ഉണ്ടെങ്കിലും ഞാൻ പോകും. ഇതെന്നറിയാം, എന്തെങ്കിലും ആ ഏട്ടന് അത്രയ്ക്കും ആശ്വാസമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതും. സുൽ ചേച്ചി എപ്പോഴും പറയും ലില്ലി ചേച്ചി കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ പറയുമോ സുൽ ചേച്ചി? പണിയെല്ലാം കഴിഞ്ഞാ? കനക പാത്രം കഴുകണം. ചേച്ചി കനകനെന്തേ? അവിടെ അപ്പുറത്ത് പോണ്ട്. ഞാൻ വിളിക്കണ? വേണ്ട വേണ്ട. എന്താ ചേച്ചി? ഒന്നുമില്ല. എന്താണ്
മുഖം ഒരു ചുമടുണ്ടല്ലോ. പോണോ? ഇതിനകത്തിപ്പോ നമുക്ക് പൂരാടത്തിന് കുറ്റം പറയാൻ പറ്റൂല. RDPക്കെതിരെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് പൂരാടത്തിനെ തന്നെയാണ്. അപ്പൊ അയാളത് പറയും ചിലപ്പോ. ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് കച്ച കെട്ടിറങ്ങിയ പിന്നെ എന്ത് ചെയ്യും? എന്നിട്ട് അവൻ അങ്ങോട്ട് പോയി കണ്ടില്ല ഇങ്ങോട്ടൊന്നും. ആ വേറെ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടാവും. എടി എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് മുഖത്ത് നോക്കി തന്റെ അടുത്തോട് പറയാൻ പഠിക്കണം നമ്മൾ. അതാണ് വേണ്ടത്. എനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല, നിനക്കറിയാൻ എടേ, ഇത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. ഇത് തന്റെ അടുത്ത് പറയുന്നത് ചില കാര്യങ്ങൾ ഇപ്പൊ നോ പറയേണ്ടത് നോ പറയണം, എസ് പറയേണ്ടത് എസ് പറയണം. നീ പണ്ടത്തെ പോലെ ഇവിടെ ഈ കുടുംബശ്രീയിലും മറ്റേ പുലികളിക്കൊക്കെ പോണ ആളല്ല ഇപ്പൊ. ഇപ്പൊ കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയണം. കാരണം നീ ഒരു ജനപ്രതിനിധിയാണ്. ആവശ്യമില്ലാത്ത ഓരോ ഇഷ്യൂസ് വന്നോണ്ടല്ലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന വരില്ല. നീ എന്തിനാ ടെൻഷൻ അടിക്കുക? ഞാനില്ല നിന്റെ കൂടെ. എന്തിനും നിന്റെ കൂടെ ഞാനുണ്ട്. നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ കരയണത്? പേടിക്കാണ്ടിരിക്കേ. ഇത്രേ ഉള്ളൂ. ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പ പ്രതികരിച്ച് ചെയ്യുക. ഒന്നും നോക്കണ്ട. നിനക്കുള്ള സ്വാധീനമുണ്ട്, നിനക്കുള്ള അധികാരമുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഞാനുണ്ട് ഇവിടെ. ചുമ്മാ എന്താ പ്ലേറ്റ് അവൻ ചമ്പി ഇപ്പൊ വന്നായിരുന്നു. അപ്പൊ തങ്കച്ചേട്ടത്തി വന്നാന്ന് ചോദിച്ചപ്പോ വന്നെന്ന് പറഞ്ഞപ്പോ എന്തെന്ന് ചോദിച്ചു. ഞാൻ വന്നെങ്കിൽ അവിടെ ഇരിക്കട്ടെ. അമേരിക്കയിൽ നിന്നല്ലല്ലോ വന്നേക്കുന്നത്. എനിക്ക് കാണണ്ട. നല്ല രസമില്ലേ ഡ്രസ്സ് കാണാനായിട്ട്? ഡ്രസ്സ് കൊള്ളാം. ആ കൊച്ചിന്റെ സ്റ്റെപ്പും. അടുത്ത ഫോട്ടോ ഇട്. നല്ല മേക്കപ്പും ആയിരുന്നു. ആ പക്ഷെ ഈ കൊച്ചിന് എത്ര രൂപയെന്നറിയോ കൊച്ചിനെ ഡാൻസിന് മേക്കപ്പ് ചെയ്തതിന് ഒരാള് വാങ്ങിച്ചത്? 2000 രൂപ. പക്ഷെ അടിപൊളി. മേക്കപ്പും കൂടെ നിനക്കങ്ങ് ചെയ്തുകൂടെ? എനിക്കാണെങ്കിൽ തരത്തില്ലല്ലോ, അതല്ലേ നമ്മൾ ചോദിച്ചാൽ 2000 രൂപ നമുക്ക് വെറുതെ ഒരുക്കി തരാം. ഈ 2000, 1000 ഒക്കെ മേടിച്ച് ഇവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടവളല്ലല്ലോ മോളെ. ഈ ഡാൻസ് ക്ലാസ്സിൽ ഇങ്ങനെ വെറുതെ ജീവിതം ഹോമിക്കല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീയേ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഭരണം നമ്മുടെ കൈവേളയിലോട്ട് വരും. വന്നു കഴിഞ്ഞാൽ നിന്നെ ഫോക്ലോറിലോ ഏതെങ്കിലും കലാകായിക സമിതിയുടെയോ അതിൻ്റെ തലപ്പത്ത് ഇരുത്താനാണ് എൻ്റെ പ്ലാനിങ്. കേട്ടാ? അവിടെ ഇരുന്ന് ഇങ്ങനെ ഗമയിൽ അങ്ങോട്ട് ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം നീ. എന്റെ പൊന്ന് ക്ലീറ്റോ ചേട്ടാ, എനിക്കൊന്നും വേണ്ട. ക്ലീറ്റോ ചേട്ടൻ ഏതെങ്കിലും സ്ഥാനത്ത് കയറിയിരിക്കും. നാണം കെട്ട് മടുത്ത്, അതുകൊണ്ട് പറയുക. എന്തിനില്ല മോള് നീ അങ്ങനെ പറയണേ? എനിക്കിപ്പോ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാ നീ പറയണേ? എന്റെ ഈ 2 സൈഡിലും തലയ്ക്ക് മീതെ ഉത്തരവാദിത്തങ്ങൾ കിടക്കുകയാണ്. പക്ഷെ ഞാൻ പുറത്ത് കാണിക്കാം. അങ്ങനെ ആയിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ. വരൂ. നിങ്ങൾ രണ്ടുപേരൊന്ന് പുറത്തോട്ട് പോയേ. എനിക്ക് അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അറിയാൻ പറ്റാത്ത എന്ത് കാര്യം? ഇടേ എൻ്റെ പെങ്ങള് കേൾക്കാൻ പാടില്ലാത്ത ഒരു കാര്യവും ആരും എന്നോട് പറയണത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അത് ഞാൻ പറയാം. ഇവര് കേൾക്കുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. ഒരു മര്യാദയുടെ ഭാഗമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആയിക്കോട്ടെ, അവരുടെ കേൾക്കണേന്ന് ഒരു എണ്ണക്ക് നല്ലത്. കേൾക്കട്ടെ. അത്ര മോശപ്പെട്ട നീ തങ്കത്തിന്റെ പേരും പറഞ്ഞ ആരെങ്കിലും കയ്യിൽ പൈസ വെച്ചിട്ടുണ്ടോ? തങ്കത്തിന്റെ പേരും പറഞ്ഞ് നീ ആരുടെങ്കിലും കയ്യിൽ പൈസ മേടിച്ചിട്ടുണ്ടോ? തങ്കോന്ന് പേര് പറഞ്ഞ പൈസ കിട്ടുമോ? തങ്കം പൈസ കിട്ടില്ലല്ലേ? നീ തമാശയൊക്കെ വിട്. കാര്യത്തിന് ഉത്തരം പറയാം. എടേ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചു. സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറയും. ഇങ്ങനെ വളഞ്ഞു ചുറ്റി പറയാതെ പറ. കാര്യം പറ. എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ആരുടെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചോന്നാ ചോദിക്കണേ. ചന്ദ്രന്റെ കേസല്ലേ നിങ്ങൾ പറയണേ? അല്ലേ? ചന്ദ്രനും ഞാനും തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ട്, പല ഇടപാടുകളും ഉണ്ട്. ഇന്ന് തന്നെ ഞാനും ചന്ദ്രനുമായിട്ട് കാണുമ്പോൾ ചന്ദ്രൻ്റെ കയ്യിൽ മിക്സറുണ്ട്, അച്ചാറുണ്ട്, സോഡയുണ്ട്. അപ്പം തന്നെ മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അവൻ പലതും പറയും. അത് സ്വാഭാവികം. അതും കേട്ടിട്ട് ആങ്ങളെയും മകളെയും കൂടെ എന്നെ തൂക്കിക്കൊല്ലാൻ വന്നേക്കണാണ്. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്.
ഇവളുടെ പേരും പറഞ്ഞ് ഇനി നീ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയോ അതിന്റെ പേരിൽ ആരെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചു വരികയോ ചെയ്ത അപ്പൊ നീ എന്നെ അറിയും. ഞാനും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ ആരാണെന്ന്. നീ അറിയും. നീ ഇതുവരെ അറിഞ്ഞാൽ നീ നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിർത്തി. ആരാണെന്ന്. ആ, ഇനി ഞാൻ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കേട്ടിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് ഒന്ന് ചൂടാവല്ലേ രമണ. കഷ്ടം തന്നെ മുതലാളി. ചന്ദ്രന്റെ കാര്യവും പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നു. ചന്ദ്രൻ ആരാന്നറിയാമോ? ആദ്യം അവൻ ചന്ദ്രൻ ആരാന്നറിയണ്ടേ? മതി മതി പോയി. കഴിഞ്ഞ ചന്ദ്രേട്ടാ, ഒന്ന് നിന്നൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിട്ടാ ഇപ്പൊ വരുന്നത്. അല്ല, എൻ്റെ ധനസഹായം വല്ലതും ശരിയായിരുന്നു? ധനസഹായം പിന്നെ എൻ്റെ ഭർത്താവും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പണമിടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോളണം. കള്ളു കുടിച്ച് വെളിവില്ലാതെ നിങ്ങൾ അദ്ദേഹത്തിന് പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളല്ല വലിച്ചിടേണ്ടത്. പിന്നെ നിങ്ങളുടെ വലിയ വീട്, അതിന് ഒരു പഞ്ചായത്തും ധനസഹായം തരില്ല. അതിന് അർഹതപ്പെട്ട ധാരാളം മനുഷ്യർ ഈ പഞ്ചായത്തിലുണ്ട്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. നിങ്ങൾ ഒരിക്കലും നന്നാവൂല. എന്റെ തലയെ പിടിച്ചില്ലേ നിങ്ങൾക്ക് ഇനി കള്ളു കുടിക്കണമെന്ന് സത്യം ഇട്ടത്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ പറ്റിച്ചിട്ട്. പോട്ടെ തങ്കം. എടാ നടരാജ, ഈ പറയണമെന്ന് അങ്ങോട്ട് മനസ്സിലാക്ക്. എടാ, ഭാരവാഹിത്വം എന്ന് പറയണത് അത് ചുമ്മാ അത് ഇങ്ങനെ അവിടെ ഇവിടെ നമ്മൾ ആളെ വെച്ച് അങ്ങനെ പിടിച്ചിരുത്തണല്ല പരിപാടി. എടാ, അത് മേൽഘടകമുണ്ട്, മേൽഘടകം കൂടും. മേൽഘടകം കൂടിയിട്ടാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. ഈ കടന്ത കൂട് കൊടുക്കണം. എനിക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂല. ഈ പാർട്ടി ഈ ഇത് വരുമ്പോൾ മാത്രം സ്ഥാനത്തിന് മാത്രം നിന്നാൽ പോരാ. നീ ഇലക്ഷൻ പ്രചരണത്തിന് എത്ര ദിവസം നീ വന്നു? പകുതി ദിവസവും നീ മുത്തുലക്ഷ്മി അങ്ങോട്ട് തമിഴ്നാട്ടിൽ പോയി. എനിക്കൊരു സംശയമുണ്ട്, തമിഴ്നാട്ടിലെങ്ങനെ മുത്തുലക്ഷ്മി ഇലക്ഷൻ നീക്കണുണ്ടാകുന്നു. ആ എന്നിട്ട് നീ 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 സംസാരം വേണ്ട. നീ മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കും. ആ വെച്ചേരാ. ഓ ഗുഡ് നൈറ്റ്. പാർട്ടിയുടെ ഭാരവാഹിത്വം എനിക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം തന്നെ തരണം. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും. പ്രസിഡന്റ് വേണോ, സെക്രട്ടറി വേണോ, അതോ ട്രഷറർ വേണോ? ഏത് വേണം? ട്രഷറായ മതി. കൈയിട്ട് വരാലോ. അല്ലെ മൂന്നും കൂടെ എടുത്തോടാ. ട്രഷറാക്കാന്ന് പറഞ്ഞു. അയ്യേ, അതെന്താ ചിരി? എനിക്കിട്ടുള്ള ആക്കി ചിരിയാണല്ലോ അത്. നീ കോമഡി പീസ് ആണ്, നിനക്ക് ഇതുവരെ അറിഞ്ഞൂടെ? പക്ഷെ നിനക്കത് മനസ്സിലാവണ്ടല്ലോ. അതല്ലേ കുഴപ്പം. മനസ്സിലാവുന്നുണ്ട്. ആ അല്ല, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രധാനമന്ത്രിയാകാൻ നടക്കുന്ന നടരാജൻ, ഇവന് പാർട്ടി സെക്രട്ടറി ആവാൻ നടക്കുന്ന റൊണാൾഡ്. എനിക്ക് അങ്ങനെ സെക്രട്ടറി ഒന്നുമല്ല, ഒരു ഉത്തരവാദിത്തം വേണം. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് DDTയിലുള്ളത്. എങ്ങനെ പിന്നെ ഈ പാർട്ടി നന്നാവും? ഹലോ ഒന്ന് ജയിച്ചു എന്ന് വെച്ചിട്ട് അടച്ചാക്ഷേപിക്കണ്ട. ഈ ജയവും തോൽവിയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അത് ശരി അങ്ങനെയൊന്നും പറയണ്ടേ. നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കും എന്തെങ്കിലുമൊക്കെ. ഞങ്ങള് ഭരണത്തിൽ കയറിയല്ലേ ഉള്ളൂ, കാണിച്ചു തരാം. 5 വർഷവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങള് പ്രവർത്തിച്ച് കാണിച്ചു തരാം. വർഷം നിന്നാലല്ലേ. എന്തായാലും ഞങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ കീശയിൽ കൈയിട്ട് വാരില്ല ഞങ്ങൾ. എന്റെ പൊന്നെ, ഇനി അതും പറഞ്ഞ് ഇനി ഇടി അത് തുടങ്ങല്ലേ. തന്നെ. നിങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് മത്സരിക്കും, ഇവിടെ കിടന്ന് തർക്കിക്കാൻ. പിടിച്ചു പറിക്കുള്ളൂ, നിങ്ങൾ കൈയിട്ട് വരൂല. അത് നിങ്ങളുടെ DDTയുടെ സ്വഭാവം. രാത്രിയില് അൻസാർക്കാണോ? ഇതാടാ ചന്ദ്രേട്ടൻ. ചേട്ടൻ പൈസ വരുന്നത് അത് തന്നെ. തങ്കവും ക്ലീറ്റസും കൂടെ എൻ്റെ വീട് വരെ ഒന്ന് വരണം. ഞങ്ങൾ എന്തിനാ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്? അല്ല, തങ്കം പറഞ്ഞത് കേട്ടിട്ടാണ് എൻ്റെ ഭാര്യ മക്കളെ എല്ലാം വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിൽ പിണങ്ങിപ്പോയി നിൽക്കണത്. അപ്പൊ നിങ്ങൾ വന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലേ അവരെ. ഞാൻ എന്ത് പറഞ്ഞു? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞു. നിങ്ങൾ കള്ളുപിടിച്ച് നടന്നിട്ടല്ലേ? അല്ല, ഞാൻ ഭാര്യയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതോടുകൂടി ഞാൻ കള്ളുകൂടിയൊക്കെ നിർത്തി. പിന്നെ വല്ലപ്പോഴും ഇല്ല, ഇപ്പം അതും നിർത്തി. അതുകൊണ്ട് ക്ലീറ്റസ് ഒരു കാര്യം ചെയ്യണം. ക്ലീറ്റസ് എനിക്ക് തരാനുള്ള 5000 രൂപ തരണ്ട. പക്ഷെ രണ്ടുപേരും കൂടെ ഒന്ന് വന്ന് അവിടെ വന്നൊന്ന് പറയണം. കള്ളു കുടിക്കണം, നിങ്ങൾ കള്ളു കുടിക്കൂലെന്ന് വന്ന് പറയാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇല്ല ക്ലീറ്റസ്, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പിണങ്ങി പോയി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് ക്ലീറ്റസിന് മനസ്സിലാവുമായിരിക്കുമല്ലോ.
ക്ലീറ്റസ് ഒന്ന് വരണം baby. ചന്ദ്ര ഇവർക്കൊന്നേ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഒരു കുടുംബനാഥന്റെ, ഒരു ഗ്രഹനാഥന്റെ, ഒരു ഭർത്താവിന്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇവർക്കറിയും. അതെ, നമ്മൾ രണ്ടറ്റവും കൂട്ടിമുട്ടാനായിട്ട് നമ്മൾ ഇവിടുന്ന് കഷ്ടപ്പെടണുണ്ടല്ലോ. അന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവല്ലോ കുടുംബബന്ധങ്ങളുടെ വിലയൊന്നും ഇവർക്ക് അറിഞ്ഞില്ല. അപ്പൊ ക്ലീറ്റസ് ഒന്ന് നീ വിഷമിക്കണ്ട. നിന്റെ കുടുംബ പ്രശ്നം പരിഹരിച്ച് നിന്നെയും ഭാര്യയും കൂടെ ഒരുമിപ്പിക്കാൻ ഏത് പാതിരാത്രി ഞാൻ വരൂടാ. അത് മതി. ഇത് ഉള്ളീന്ന് പറയണ കേട്ടോ ചന്ദ്ര. നമ്മളെ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ, അത് ഇവർക്ക് അറിയില്ലല്ലോ. അറിഞ്ഞൂടാ. കുറച്ചൊക്കെ മനുഷ്യത്വം വേണോടോ. വാ ചന്ദ്ര, 5000 ഞാൻ തരും കേട്ടോ. അത് വേണ്ട ക്ലീറ്റോ. എന്നാ വേണ്ടെങ്കിൽ വേണ്ട, വണ്ടി എടു പെട്ടെന്ന് പോവാ. പാവൻ ചന്ദ്രൻ. അടുത്ത 5000 പോകും.